വെള്ളം, ഉണക്കപ്പാറയിൽ ജീവന്റെ ഉറവ, ഉണങ്ങിയ വടികൊണ്ട് അത്ഭുതങ്ങൾ, ഉണങ്ങിയ ശരീരത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം. തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സമൃദ്ധമായിട്ട് വരുമെന്നാ പറയാ. ദൈവത്തോട് ചേർന്നും പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ഉണ്ടല്ലോ. പ്രായം ചെന്ന അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പ്രായം ചെന്ന അച്ഛന്മാര് ആകെപ്പാടെ മുഷിഞ്ഞ ലോഹ, വികാരിച്ചന്മാരുടെ ലോഹയുടെ കൈയുടെ അറ്റം കണ്ടാലറിയാം ഈ ആഴ്ച ഏതെല്ലാം കക്ഷി കൂട്ടിയിട്ടുണ്ടെന്ന്. അത്രയും മുഷിഞ്ഞ ലോഹ, അലക്കാത്ത കുപ്പായം, ആകെപ്പാടെ കുഴമ്പിന്റെ എണ്ണയുടെ മണം, ഇതെല്ലാം ഉള്ളതാ. വികാരിച്ചൻ കാണിക്കുന്നു പുതിയ ലോക തയ്പ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടപ്പുണ്ടും. അപ്പൊ ഇതിങ്ങനെ ഏതവസ്ഥ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അച്ഛനാണേലും ശരി, ഒരു പ്രാർത്ഥന സുറിയാനി 2 വാക്കും കാളമ്പോളും 2 വെട്ടും. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. വിശ്വാസം ഒന്ന് മാത്രമാ. വിശ്വാസം ഒന്ന്. പഴയകാല അച്ഛന്മാരൊക്കെ പ്രാർത്ഥിച്ചാൽ ഏക്കുമായിരുന്നല്ലോ. അവർക്കൊന്നും ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, കാട്ടാനയെ വിലക്കുന്ന അച്ഛൻ. ആന വരികയല്ല, വിലക്കും. ചാഴിയെ വിലക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസമാ. തീപ്പെട്ടിക്കകത്ത് അമ്മ എന്റെ പല പ്രാവശ്യം പാടത്തുനിന്ന് ചാഴിയിട്ട് തന്നിട്ടുണ്ട്. 5-6 കുഞ്ഞ് ചാഴിയായിട്ട് കൊണ്ടുവരും. അച്ഛൻ എന്ന് പറഞ്ഞ സുറിയാനി ആണ്ടൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പിടിയില്ല, തരും, കൊണ്ടുവിടറാ കണ്ടതിലോട്ടെന്ന് പറയും. ഞാൻ കൊണ്ടുവന്നങ്ങോട്ട് വിടും. വിടുന്ന പാടെ എല്ലാ ചാഴിയും കൂടെ പറന്നുപോയി രാജ്യം വിട്ടു പോവുക. ഈ വിലക്കിന്റെ പവർ ഇപ്പൊ അത്രയും പവർ ഏശുന്നില്ല. എന്നേലും കൂടെ തരും ചാഴിയെ വിലക്കാനും പറഞ്ഞു. ഞാൻ എന്റെ ഹീറോ ഹോണ്ട മോട്ടോർ ബൈക്ക് ഓടിച്ചോണ്ട് ചെല്ലും. അതേ നിറങ്ങും, ചാഴിയെ നോക്കും, ആനാമ്പളും എടുക്കും, 2-3 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് വെഞ്ചരിച്ച് പോരും. ഞാൻ വണ്ടിയെ കയറുമ്പോഴത്തേക്ക് അയൽവക്കത്തെ ചാഴിയും കൂടെ ഈ കണ്ടത്തിലേക്ക് തിരിച്ചു കയറി വരുന്നു. അപ്പം പഴയതുപോലെ ഏശുന്നില്ല. അച്ഛന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നൊരു തോന്നല്. ഒരച്ഛന്റെ അടുത്തൊരു മനുഷ്യൻ ഒരു ജീപ്പും കൊണ്ട് വന്നു. അച്ഛൻ ഒന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞു. അച്ഛൻ വെഞ്ചരിച്ച് എല്ലാ ജീപ്പിന്റെ സകല ഭാഗത്തും കുരിശും വരച്ച് കൊടുത്തു വിട്ടു. പക്ഷെ ഇയാള് വണ്ടിയും കൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടി വെള്ളം, തോട്, കണ്ടം, ചെളി, കിണർ അവിടെ ഇടിച്ച് വെള്ളം എവിടെ ഉണ്ടോ അങ്ങോട്ട് ഇടിച്ചിടിച്ച് കയറുക. ഇയാളത് എന്നാ ഇടപാടാ ഇത്? ആകെപ്പാടെ സങ്കടം. ഈ മനുഷ്യൻ വണ്ടിയും കൊണ്ട് വേഗം അച്ഛൻ്റെ അടുക്ക് വന്നു. എന്റെ അച്ഛ, തോട്, കണ്ടം, ചെളി, കിണർ കാണുമ്പം വണ്ടി വെള്ളത്തിൽ പോയി വീഴുക, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, ഞാനെങ്ങനെ വെഞ്ചരിച്ച് അങ്ങനെ പറ്റുന്നില്ല, എന്നാ പറ്റിയ മക്കളെ എന്ന് പറഞ്ഞു. അപ്പം രാവിലത്തെ ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ട് വെഞ്ചരിച്ച പുസ്തകത്തിന്റെ. അച്ഛൻ വണ്ടി കൊണ്ടുപോയി അവരെ കൊണ്ടുവന്നു. ബുക്ക് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, അയ്യോ അബദ്ധം പറ്റിയതാ മക്കളെ, ഞാൻ വള്ളത്തിന്റെ വെഞ്ചരിപ്പാണ് വെഞ്ചരിച്ചത്, ജീപ്പിന്റെ വെഞ്ചരിച്ച ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ചിലപ്പോ അപ്പൊ ഏകോയിലോ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഞാൻ ആലുവായില് മിണ്ടാമർത്തി ധ്യാനിപ്പിക്കുക. അപ്പം ആലുവ മിണ്ടാമർത്തി ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മദർ പറഞ്ഞു, എന്റെ യോസച്ച, ഇവിടുത്തെ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ അണ്ടിക്കകത്തെല്ലാം വണ്ട്, അതുകൊണ്ട് അച്ഛൻ ഈ അണ്ടിയിലെ വണ്ടിനെ ഒന്ന് ബന്ധിച്ചിട്ട് പോകണമെന്ന്. അപ്പൊ എന്നെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഊറാലി ആനമ്പളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനോർത്ത് ഈ സിസ്റ്റേഴ്സ് ഇത്രയും നിഷ്കളങ്കമായിട്ട് പറഞ്ഞതല്ലേ, സർവ്വശക്തിയോടും കൂടെ ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധിച്ചു, ദൈവമായ കർത്താവെ, ഈ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിലെ വണ്ടിനെ ബന്ധിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ആനാമ്പളവും കളിച്ചിട്ട് പോകും. ഒരാഴ്ച കഴിഞ്ഞ് മദറിന്റെ കത്ത്, എന്റെ അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും പവറുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴറിഞ്ഞു. അച്ഛൻ പോയതിന്റെ 3-ാം ദിവസം ഒരു ഭയങ്കര മഴയും കാറ്റും വന്നപ്പം മാവ് മൂടെ ഒടിഞ്ഞു പോയി. അതോടെ വെഞ്ചരിപ്പം തീർന്നു. അപ്പം നമുക്ക് എത്രമാത്രം നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസം ഇപ്പൊ ജീവിതത്തിൽ തമ്പുരാൻ നടത്തുന്നൊരു ബോധ്യം, ദൈവം കൊണ്ടുപോകുന്നുള്ള ഉറപ്പ്, ഈ ഉറപ്പ് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഇതാണ് വിശ്വാസം എന്ന് പറയുക. ഇപ്പൊ മോശയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം നടത്തും, ദൈവത്തിന്റെ പരിപാലനം നടത്തും, ഈ ഉറപ്പ്. ആൾക്കാർക്കുള്ള വിശ്വാസം അതൊക്കെയല്ലേ. ഒരു കുടിയൻ പൂസായിട്ട് ഇലക്ട്രിക് പോസ്റ്റേ കയറിയിരിക്കുക. കുടിയൻ ഇലക്ട്രിക് പോസ്റ്റേ കയറിയിരുന്ന കുടിയനെ ഫയർഫോഴ്സും ആൾക്കാരെല്ലാം വന്നു, ചാടല്, നീ കുരുത്തക്കേടൊന്നും കാണിക്കല്ല എന്ന് പറഞ്ഞ് എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നു. കുടിയൻ ഇപ്പം ചാടും എന്നും പറഞ്ഞ് നിൽക്കുകയും എല്ലാരും പറഞ്ഞു ചാടാനിരിക്കുക. ഇപ്പം പ്രായമുള്ള വികാരിച്ചതല്ലേ വന്നു, മത്തായി മര്യാദയ്ക്ക് താഴോട്ട് പാടാന്ന് പറഞ്ഞു. അവനിൽ ഇപ്പം ചാടുമെന്ന് പറഞ്ഞു. നീ ചാടുകല്ലെന്ന് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ഒരു ആശീർവാദം കൊടുത്തു. മത്തായി വേഗം പോസ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, അച്ഛനങ്ങ് നടന്നുപോയി. എന്നാടാ നീ ഇത്രയും പോലീസ് പോലും പറഞ്ഞ് ഇറങ്ങാഞ്ഞ് നീ അച്ഛൻ ഇങ്ങനെ വന്ന് കാണിച്ചു, നീ എന്നാ ഇറങ്ങി പോന്നു? ഞാൻ പറഞ്ഞു, ചില്ലറ അച്ഛനാണോ? അച്ഛനാര് പറഞ്ഞ എന്നാ, മത്തായി നീ കീഴോട്ട് വന്നില്ലെങ്കിൽ ഞാനിത് മൂടെ വെട്ടി കളയുന്ന പറഞ്ഞു. അതുകൊണ്ട് ഞാനും ഇറങ്ങിപ്പോന്നു. അപ്പൊ പറഞ്ഞാലൊക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണ്ടേ? പറഞ്ഞാലൊക്കുമെന്നൊരു വിശ്വാസം. ഇപ്പൊ തമ്പുരാൻ കാത്തോളൂ എന്നൊരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം, അടിസ്ഥാനപരമായ വിശ്വാസം. മോസസിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ഈശോ പറയുന്നുണ്ട് ലൂക്കാസ് സുവിശേഷം 17:5 ശിഷ്യന്മാര് കർത്താവിനോട് പറയുന്ന വാക്ക് എന്താ? കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.